നമസ്കാരം. പ്രധാന വാർത്തകൾ. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി. പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെയും ചക്കില സമുദായ കൂട്ടായ്മയുടെയും ജില്ലാ സമ്മേളനങ്ങൾ. ഇരു സമുദായങ്ങളും ഉന്നയിച്ച അവഗണന സംബന്ധിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ LC, മേരി എന്നിവർ. ഇരുവരെയും KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ കരാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. മുണ്ടൂരിൽ ഫെഡറേഷൻ ഏരിയ സമ്മേളനം. സർക്കാർ കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ 8 കിലോ വെള്ളിയാഭരണങ്ങൾ കവർന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെങ്കൊടി നരച്ചാൽ അത് കാവ്യാകാനേ കഴിയൂ എന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. ഇത് ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം. പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റി ജില്ലാ പൊതുസമ്മേളനം. മങ്കരയിൽ റോഡ് നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. താവളം ചണ്ടേക്കോട് റോഡ് മെറ്റലിംഗ് അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രദേശവാസികൾ. ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പ്രസിദ്ധമായ ക്ഷേത്രോത്സവം 14 മുതൽ 21 വരെ. ഉത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മേലെ വെട്ടിക്കാട്ടിരി ആണ്ട് നേർച്ചയ്ക്കും ദുആ സമ്മേളനത്തിനും സമാപനം. വാർത്തകൾ വിശദമായി. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ MP. പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും MP ആവശ്യപ്പെട്ടു. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ MP. രാജ്യത്ത് സംവരണവും ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത് പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ്. സംവരണത്തിനും ആനുകൂല്യങ്ങൾക്കും കാലോചിത മാറ്റം വേണമെങ്കിലും അർഹതപ്പെട്ടവരെ ഒഴിവാക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഹിന്ദി തൊട്ട് ജമ്മു കാശ്മീരിലെത്തുമ്പോൾ ഒക്കെ ഭാഷയൊക്കെ മാറി. ഇപ്പോൾ പഞ്ചാബിയായി, കാശ്മീരിയായി, അങ്ങനെ ആസാമിയായി. ഇത് ഒരു രാജ്യത്താണെങ്കിൽ ലോകം മുഴുവൻ എത്ര ഭാഷകളുണ്ട്. അപ്പോൾ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും നിറഞ്ഞതാണ് മാനവ കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യനിൽ യഥാർത്ഥ മനുഷ്യർ ഭൂരിപക്ഷമുണ്ട്. എന്താ യഥാർത്ഥ മനുഷ്യർ എന്ന് വെച്ചാൽ മനുഷ്യൻ കാണിക്കേണ്ട സ്നേഹം, ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം കാണിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുക മനുഷ്യന്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഉണ്ടാകുന്ന സൗഹാർദ്ദം, നമുക്കുണ്ടാകുന്ന സഹാനുഭൂതി, നമുക്കുണ്ടാകുന്ന കരുണ, മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് കഴിയും. അപ്പം നല്ല കരുണയും ആർദ്രതയുമുള്ള മനസ്സ്. ജില്ലാ പ്രസിഡന്റ് D. കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KG വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി S. കൃഷ്ണമൂർത്തി, R. രാജൻ, മുത്തുസ്വാമി നായിഡു, AV ജയപ്രകാശ്, V. രാമദാസ്, ബാബു, രാധാകൃഷ്ണൻ, അർജുനൻ, സുജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര ദേവസിയുടെ ഭാര്യ 72 വയസ്സുള്ള LC, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ചിയാരം ഗലീലി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇരുവരെയും KSRTC ബസ് ഇടിച്ചത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് LCയെയും മേരിയെയും ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെങ്കൊടി നരച്ചാൽ അതിന് കാവ്യാകാനേ കഴിയൂ എന്ന് ത്രിപുരയും ബംഗാളും നൽകുന്ന പാഠമാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. സോളിഡാരിറ്റിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷബീർ കൊടുവള്ളി.
സംഘപരിവാറിന് വേണ്ടി CPIM ചുവപ്പ് പരവതാനി വിരിച്ച് മരുന്നിട്ട് കൊടുക്കുകയാണെന്നും ഹിന്ദുത്വ മാർക്സിസമായി CPMന്റെ രാഷ്ട്രീയം മാറിയെന്നും സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി കൂട്ടിച്ചേർത്തു. ഹിന്ദുത്വ മാർക്സിസത്തെ തിരിച്ചറിയുക, CPMന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയ്ക്കെതിരെ ചെറുക്കുക എന്ന മുദ്രാവാക്യവുമായി പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷബീർ കൊടുവള്ളി. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ ബൈറ്റുകൾ മാത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കുന്ന ഹിന്ദുത്വ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പ്രസ്താവനകളാണ് ഗോവിന്ദൻ നടത്തിയത്. അതേ സമയത്ത് തന്നെ മുസ്ലിം സമുദായത്തിലെ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം എന്ന അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എത്രയാണ് എന്നെടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തിന്റെ ഭീകര സ്വപ്നമായി ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തെക്കാൾ RSSനെതിരെ നടത്തിയ പ്രസ്താവനയേക്കാൾ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന സെക്രട്ടറി ഇത്രയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ജില്ലാ പ്രസിഡന്റ് നവാസ് പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സഫീർ ആലത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മൊഹസിൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി അംഗം PS അബൂ ഫൈസൽ, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് TN മുഹമ്മദ്, ഏരിയ സെക്രട്ടറി യൂസഫ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വിയ്യൂർ മണലറക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള DK ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തൃശൂർ സിറ്റി ACPയുടെ നേതൃത്വത്തിൽ വിയ്യൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചക്കില സമുദായ ജില്ലാ സമ്മേളനം പാലക്കാട്ട് നടന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടാകാൻ ശക്തരാകുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. തമിഴ്നാടുമായി പാരമ്പര്യ ബന്ധമുള്ളവരും കേരളത്തിൽ സ്ഥിരതാമസക്കാരുമായ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അവയെല്ലാം കിട്ടാത്ത സ്ഥിതിയാണെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചിരുന്ന സ്ഥിതിയിലും മാറ്റമുണ്ടായി. ആനുകൂല്യങ്ങൾ ഓരോന്നായി ഇല്ലാതാകുമ്പോഴും ന്യൂനപക്ഷങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭത്തിന് ന്യൂനപക്ഷങ്ങൾ തയ്യാറാകണമെന്നും MP പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ കഠിനമായ പ്രവർത്തനത്തിലും ഇപ്പോൾ ഫലം കാണുന്ന ഒരു കാലഘട്ടമാണ്. എന്താ, മക്കളെ പഠിപ്പിച്ചാൽ അവർ നല്ല മിടുക്കരാവും, അവർക്ക് നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അവരെല്ലാം നമ്മൾ വളർന്നു വരുമ്പോൾ ഈ സമുദായത്തിൻ്റെയും അതുപോലെ നമ്മുടെ എല്ലാം കൂട്ടുകെട്ടിനെയൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ. പിന്നെ നാട്ടിൽ ഈ ഒരുപാട് സാമൂഹ്യ വിപത്തുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആനുകൂല്യ നിഷേധം നിയമസഭയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് A സുരേഷ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M മോഹനൻ തെങ്കര, ഡോക്ടർ S ആറുമുഖൻ, ഹരിദാസ് മാസ്റ്റർ, സെൽവരാജ്, M മോഹനൻ, ആറുമുഖൻ, ശിവൻ, രാജേന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര താവളം ചണ്ടക്കോട് റോഡിൽ മെറ്റലിട്ട പ്രവൃത്തികളിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ്, പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഗ്രാമീണ റോഡിൽ ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കീറിയ ചാൽ മെറ്റലിട്ട് നടത്തിയ പ്രവൃത്തികളിലാണ് നാട്ടുകാർ ക്രമക്കേടും അഴിമതി ആരോപണവും ഉന്നയിക്കുന്നത്. 30 സെന്റിമീറ്റർ വീതിയുള്ള 160 മീറ്റർ ദൂരത്തിൽ മെറ്റൽ നികത്തിയതിന് 3 ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ഈ പ്രവൃത്തിക്ക് 1 ലക്ഷത്തിൽ താഴെ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്നും ഇതിൽ 3 ലക്ഷം രൂപ എങ്ങനെ അനുവദിച്ചു എന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രതിഷേധ സമരത്തിന് OM മോഹൻരാജ്, CA കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, K കൃഷ്ണൻ, KN ഗംഗാധരൻ, അബു എന്നിവർ നേതൃത്വം നൽകി.
എന്തായാലും ഈ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ ഇതിനകം തന്നെ ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് വിജിലൻസിനും ഗ്രാമപഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. വലിയ പകൽക്കൊള്ളയാണ് ഈ റോഡിൻ്റെ അഭിവൃദ്ധിയുമായി, ഈ ചണ്ടേക്കോട് റോഡിൻ്റെ അഭിവൃദ്ധിയുമായി നടത്തിയിട്ടുള്ളത്. എങ്ങനെ കണക്കാക്കിയാലും 3 ലക്ഷം രൂപയുടെ പണി എങ്ങനെ കണക്കാക്കിയാലും വരുന്നതല്ല. അതുകൊണ്ട് ഈ അഴിമതിക്കാർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവണം. ഈ റോഡിൻ്റെ കോൺക്രീറ്റ് അടിയന്തരമായി നടപ്പാക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ ഇത് വന്ന് പരിശോധിക്കപ്പെടണം. എന്തായാലും ജനങ്ങൾ സംഘടിക്കപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട SC ജനറൽ വിഭാഗം ഗുണഭോക്താക്കളുടെ സംഗമമാണ് പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ ചേർന്നത്. പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ അംബിക സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈഫ് ജനറൽ 582 പേരും SC വിഭാഗത്തിൽ 307 പേരുമാണ് ലിസ്റ്റിലുള്ളത്. ആകെ 889 പേരുടെ ലിസ്റ്റാണ് അമ്പലപ്പാറയിലേത്. ആദ്യഘട്ടത്തിൽ ജനറൽ വിഭാഗത്തിൽ 45 പേർക്കും SC വിഭാഗത്തിൽ 39 പേർക്കും തുക കൈമാറിയിരുന്നു. ജനറൽ SC ലിസ്റ്റിൽ നിന്ന് ഇതോടെ 125 ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കും. പരമാവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി 1 കോടി രൂപ ഹഡ്കോ വായ്പയ്ക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട്. വായ്പ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ഗുണഭോക്താക്കളെ കൂടി പരിഗണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ PMAY പദ്ധതി പ്രകാരം 145 പേർ ഇതിനകം എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. MLA ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ ടെൻഡർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മുണ്ടൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുണ്ടൂർ TNS ഹാളിൽ നടന്ന സമ്മേളനം ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം സമ്മേളനം ഉന്നയിച്ചു. വരുന്ന ചെറിയ പല സമയങ്ങളിലും വരുന്ന ട്രഷറി നിയന്ത്രണങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്, റേറ്റ് റിവിഷൻ അടക്കം ഏറ്റെടുക്കുന്ന വർക്ക് കരാറുകൾക്ക് ഓരോ വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളടക്കം നിങ്ങളിതിൽ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഫണ്ട് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അപര്യാപ്തതകളെ നിങ്ങളുടെ വർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് NA നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. OC ശിവൻ, ലോക്കൽ സെക്രട്ടറി S. നാരായണൻകുട്ടി, വാർഡ് മെമ്പർ V. ലക്ഷ്മണൻ, സുരേഷ് മുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AN ജയപ്രസാദ്, ശ്രീജിത്ത്, ജില്ലാ പ്രസിഡന്റ് M. ശ്രീധരൻ, സെക്രട്ടറി D. ഗോപിദാസൻ, A. സുരേഷ്, വിശ്വനാഥൻ, K. മോഹനൻ, വിനീത്, TP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ സമ്മേളന നഗരിയിൽ മുതിർന്ന അംഗം TP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ഭാരവാഹികളായി NA നാരായണൻകുട്ടി പ്രസിഡന്റ്, കൃഷ്ണദാസ് കോങ്ങാട് വൈസ് പ്രസിഡന്റ്, സുരേഷ് മുണ്ടൂർ സെക്രട്ടറി, വിനീത് കേരളശ്ശേരി ജോയിന്റ് സെക്രട്ടറി, ശ്രീജിത്ത് പുതുപരിയാരം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യൂത്ത് കോൺഗ്രസ് മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രുതി S. നായർ നേതൃത്വം നൽകി. ഇവിടെ പദ്ധതി നിർവഹണമല്ലോ നടക്കുന്നുണ്ടോ? മണ്ണൂർ പഞ്ചായത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ പദ്ധതികൾ വെച്ചിട്ടുണ്ട് എന്നറിയാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അവകാശമില്ലേ? എന്നാൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കോ അതുപോലത്തെ ഇവിടുത്തെ പ്രസിഡന്റിനോ ഇവിടുത്തെ ഭരണസമിതിക്കോ കൃത്യമായി അതിന് ഒരു ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ? കൊട്ടക്കുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, ക്യാപ്റ്റൻ
ശ്രുതിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം സേവാദൾ ജില്ലാ ചെയർമാൻ മുഹമ്മദ് ചെറൂട്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രുതി എസ് നായർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത്, ജില്ലാ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രിദത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് PS സക്കറിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSTA പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടന്നു. കൂറ്റനാട് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSTA പാലക്കാട് ജില്ലാ സമ്മേളനം. സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് കൂറ്റനാട്ട് പ്രകടനം നടന്നു. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാലം മുമ്പല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, ഡിവിഷൻ ഫോൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത്, അൺഎക്കണോമിക് എന്ന പേരിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് കേരളത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. സുദീർഘമായ പോരാട്ടങ്ങളിലൂടെ, സമൂഹത്തിന്റെ ആകെ സംഭാവനകളിലൂടെ ഒക്കെ കെട്ടിപ്പടുത്ത പൊതുവിദ്യാഭ്യാസത്തെ ഒരു മനസാക്ഷിത്വമില്ലാതെ ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി പൊളിച്ചെടുക്കാൻ UDF ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നമ്മളെല്ലാം വലിയ ചെറുത്തുനിൽപ്പ് നടത്തി. KSTA ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ AK ബീന, MK നൌഷാദ് അലി, വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ K പ്രസാദ്, L ഉമാമഹേശ്വരി, M ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ PP ഷാജു നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പൊതുചർച്ച, മറുപടി, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി പഞ്ചായത്തിൽ 2025-2026 വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ചെമ്പൈ സ്മാരക ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ പദ്ധതി ആസൂത്രണ ക്ലർക്ക് വിജയകുമാരൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞുലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാധാമോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, K രാധാകൃഷ്ണൻ, S ഗീത, MR രജിത, K മിനിമോൾ, C അനിത, V അംബിക, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി A അജിത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറിമോൾ ജോൺ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് മീറ്റ് ദി ലെജൻഡ് സംവാദ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് MVR ക്യാൻസർ റിസർച്ച് സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യരുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. മറ്റെല്ലാം മാറ്റിവെച്ച് രോഗിക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യക്തിയാകണം ഒരു മെഡിക്കൽ പ്രൊഫഷണലെന്ന് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. പാരമ്പര്യം എന്നതിലുപരി ജീവിതശൈലി രോഗമാണ് കൂടുതലായി കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ പണ്ട് മെഡിക്കൽ കോളേജിൽ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നു. അപ്പം ആ സമയത്ത് ക്യാൻസർ ചികിത്സിച്ചാൽ മാറുന്ന ഒരു അസുഖമാണ് എന്നുള്ള ഒരു ബോധം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ഒരു പരിധി വരെ കുറച്ചൊക്കെ അതിൻ്റെ അകത്തെ ക്യാൻസർ ചികിത്സിച്ചാൽ മാറും എന്ന് നമുക്ക് കാണിച്ചു തന്ന് ഞങ്ങളുടെ ഗുരുനാഥനുണ്ടായിരുന്നു, ഡോക്ടർ K സലീം. അദ്ദേഹം ഇന്നും ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് തന്നെ താമസിക്കുന്നുണ്ട്. വളരെ
അനുഭവവും വളരെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്ന മനുഷ്യർ. അദ്ദേഹം 92 വയസ്സായപ്പോഴും ഈ 92ാമത്തെ വയസ്സിലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വളരെ ജ്ഞാനമുള്ള ഒരു ഗുരുനാഥനാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഓങ്കോളജി ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം. നല്ല പെരുമാറ്റവും സൗഹൃദവും സമൂഹത്തിൻ്റെ ഹൃദയം കവരാൻ സഹായകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഏതു മേഖലയിലും അറിവുണ്ടായിരിക്കണം. അർപ്പണബോധം ഉണ്ടാകണമെന്നും പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നും ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. പുതിയ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിന് കഴിച്ചിരുന്നതിന് പകരം നമ്മൾ ഇന്ന് ദിവസത്തിൽ 3-4 പ്രാവശ്യം കഴിക്കുന്നത് മാംസാഹാരം. അത് തന്നെ അതിൻ്റെ പാചക രീതിയിൽ വ്യത്യാസം വന്നിരിക്കുന്നു. നമ്മൾ കൺവെൻഷണൽ കുക്കിങ്ങിന് പകരം നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് നമ്മൾ ഒരുപാട് കൂടിയത് കൊണ്ട് ഇതുപോലെയുള്ള ഇങ്ങനത്തെ പ്രത്യേക രീതിയിലുള്ള പാചകം ഇതെല്ലാം തന്നെ ക്യാൻസറിന് കാരണമാണ്. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഭാരത് യൂത്ത് ക്ലബിൻ്റെ മീറ്റ് ദ ലെജൻഡ്. 8ാമത് മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഇ സുഷമ, ഡോക്ടർ മിനി നാരായണൻകുട്ടി, വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ്, അഭിമന്യു, ദേവി കൃഷ്ണ, അനിരുദ്ധ്, നന്ദനാദേവി, ഗായത്രി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു. ഒരുമ എന്ന പേരിൽ ഒരുക്കിയ കലാമേള കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, C അനിത, NK ശശിധരൻ, V അംബിക, ICDS സൂപ്പർവൈസർ പ്രമീള, ഭിന്നശേഷി കോർഡിനേറ്റർ ആബിദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രം. 14 മുതൽ 21 വരെയാണ് ക്ഷേത്രോത്സവം. ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി 14 മുതൽ 21 വരെയാണ് ഉത്സവം. ചടങ്ങുകളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഭക്തർ വിഭവങ്ങൾ സമർപ്പിച്ചു. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ വിശേഷ പൂജകൾ നടക്കും. എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികളിൽ 1000-ഓളം പേർ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ, അംഗങ്ങളായ മോഹൻദാസ്, ഗിരീഷ് എന്നിവർ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ജനുവരി 14 മുതൽക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ആരംഭം കുറിക്കുകയാണ്. വൈകിട്ട് കൊടിയേറ്റ് ആരംഭിക്കുന്നുണ്ട്. തുടർന്ന് 8 ദിവസം തന്നെ ഈ ക്ഷേത്രം ജനനിബിഡവും വളരെ തിരക്കുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. വിവിധ പരിപാടികൾ എന്നുള്ള നിലക്ക് കലാപരിപാടികൾ, മറ്റ് വിവിധ പൂജാ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലക്ക് അതിൻ്റെ ഉത്സവം അതിഗംഭീരമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതി നടക്കുന്ന കൊടിയേറ്റ് നടത്തുന്നത് ബ്രഹ്മശ്രീ ശ്രീധരഞ്ചുപുരത്ത് മനക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദഊട്ടുണ്ടാകും. ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടിരി വലിയുള്ളാഹി അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കും ദുആ സമ്മേളനത്തിനും സമാപനമായി. ജാതിമതഭേദമന്യേ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ദുആ സമ്മേളനം സംസ്ഥ കേന്ദ്ര മുശവാറ അംഗം മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു. കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. പൂക്കോയ തങ്ങൾ തോന്നൂർക്കര, നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, ജാബിർ തങ്ങൾ പാടൂർ, മുസ്തഫ കാമിൽ സഖാഫി നെടുമ്പുര, MS മുഹമ്മദ് ഹാജി വെട്ടിക്കാട്ടിരി, അബ്ബാസ് മുസ്ലിയാർ, KR മുഹമ്മദ് അൻവരി, ശ്രീപുഷ്കരം അബ്ദുൾ ഖാദിർ സഖാഫി, ഷെരീഫ് ബാഖഫി തുടങ്ങിയവർ സംസാരിച്ചു. മരണപ്പെട്ട ദിവസമാണ് അത് സംഭവിക്കുന്നത്. മരിച്ച ദിവസമാണ് നോമത്തൽ അറൂസായി, പുതിയാപ്പളയായി, ഒരു പുതിയാപ്പള കടന്നിറങ്ങും പോലെ
മണിയറയിൽ കിടക്കുമ്പോൾ സുഖമായി ഉറങ്ങിക്കോളൂ എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു അവസ്ഥ മരിച്ച ദിവസമാണ് ഉണ്ടാകുന്നത്. അതാണ് ഉറൂസ് എന്ന് പറയുന്നത്. അത് നാം ആ വലിയനെ അനുസ്മരിച്ചുകൊണ്ട് നാം അത് ആഘോഷിക്കുകയാണ്. ആ വലിയൻ്റെ പേരിൽ സദഖ ചെയ്യുന്നു. ആ വലിയൻ്റെ പേരിൽ ധാരാളം പുണ്യമായ അമലുകൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തി വഅദ് പറഞ്ഞ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അള്ളാഹു ദുആ ചെയ്യുന്നു. ഇതാണ് ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അനിസ്ലാമികമായ ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് ഹാജി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ഹംസ വെട്ടിക്കാട്ടിരി നന്ദിയും പറഞ്ഞു. കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബുർബ മജ്ലിസും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ സിബി തോമസ് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം രാവിലെ 10 മണിക്കായിരുന്നു പെരുന്നാൾ കൊടിയേറ്റ്. വികാരി ഫാദർ സിബി തോമസ് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് ആദ്യഫല ലേലം നടന്നു. ദേവാലയത്തിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാളും ദേവാലയം സ്ഥാപിതമായതിന്റെ 80ാം വാർഷിക ജൂബിലിയുമാണ് ജനുവരി 12 മുതൽ 19 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ആ കല്ലറകളുടെ ദിവസം അവരുടെയും ആത്മാവ് സന്തോഷിപ്പാനുള്ള എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നുള്ള ബോധ്യത്തിൽ നമ്മളാണ് പോകേണ്ടത്. ശനിയാഴ്ച ഗീവർഗീസ് മാർ പക്കോമിയോസിന് ദേവാലയത്തിൽ സ്വീകരണം നൽകും. സന്ധ്യാനമസ്കാരത്തിന് ശേഷം വചന സന്ദേശം, തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണം, ഗ്ലൈഹിക വാഴ്വ് എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഗീവർഗീസ് മാർ പക്കോമിയോസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണം, ജൂബിലി ഉദ്ഘാടന സമ്മേളനം, മുതിർന്നവരെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടാകും. വൈകിട്ട് കലാസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. കലാസന്ധ്യയോടനുബന്ധിച്ച് സ്നേഹക്കൂട് എന്ന നാടകവും അരങ്ങേറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊളപ്പുള്ളി ഏരിയ 33ാം വാർഷിക സമ്മേളനം ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനത്തിന്റെ ആ സംഘടനാ പ്രവർത്തനത്തെ കാണിക്കുന്ന റിപ്പോർട്ട്, അതേമാതിരി അതിനുവേണ്ടി ചെലവാക്കിയ സാമ്പത്തികത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ, അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയങ്ങൾ, അവകാശാനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്കുക തുടങ്ങിയവയാണ് യൂണിറ്റ് സമ്മേളനങ്ങളുടെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി K കൃഷ്ണൻകുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി PM സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ P സോമസുന്ദരൻ വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. K പരമേശ്വരൻ മാസ്റ്റർ, MK മോഹൻദാസ്, CN ഭവദാസനുണ്ണി മാസ്റ്റർ, K സരള, PA പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് TB ബാലസുബ്രഹ്മണ്യൻ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പുലാശ്ശേരിക്കര ഗ്രാമീണ വായനശാല സാംസ്കാരിക കേന്ദ്രത്തിന്റെ വാർഷികാഘോഷവും ഗ്രാമോത്സവവും ആഘോഷിച്ചു. കവി P രാമൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂരിലെ പുലാശ്ശേരിക്കര ഗ്രാമീണ വായനശാല സാംസ്കാരിക കേന്ദ്രം വാർഷികാഘോഷവും ഗ്രാമോത്സവവും വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. വായനശാലയിൽ നടന്ന ആഘോഷ പരിപാടി കവി P രാമൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MP വിജയകുമാർ അധ്യക്ഷനായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, സോപാനം ഗായകൻ റഷി വലയകത്ത്, ഇടയ്ക്ക കലാകാരൻ സുജിത് കോട്ടേൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് പ്രതിഭകളെ അനുമോദിച്ചു. വായനശാല സെക്രട്ടറി K രാജലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. MR ജയശങ്കർ, T സത്യനാഥൻ, ഡോക്ടർ K ആർദ്ര, ഡോക്ടർ സ്വാതി, MN നീരജ്, പ്രസന്ന, VP സുധീർ, MR സുനിൽ,
വി ദിനേശ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മേളപ്പെരുക്കത്തിൽ ലയിച്ച് ആസ്വാദകർ. ആവേശമായി അമ്പലപ്പാറ, കണ്ണമംഗലം, മൂന്നുംപനക്കുന്ന് മാരിയമ്മൻ കോവിലിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റം. കലാമണ്ഡലം സന്തോഷിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ 9 പേരുടെ അരങ്ങേറ്റമാണ് ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾക്ക് ശേഷം ആരംഭിച്ച മേളം 2.25 മണിക്കൂറോളം നീണ്ടുനിന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ദീർഘനേരം കൊട്ടിക്കയറിയത് കാണികളിൽ ആവേശത്തിനൊപ്പം കൗതുകവും ഉണർത്തി. മേളത്തിന് ശേഷം ഉപഹാര സമർപ്പണവും 200ഓളം പേർക്ക് സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹൈസ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് മനോജ് കുമാർ, ഹെഡ് മിസ്ട്രസ് ലക്ഷ്മി ദേവി, സീനിയർ അസിസ്റ്റന്റ് P പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ആദ്യ ദിനം ആയുർവേദ സമാജം, ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ, നഗരവനം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ വീടും ക്യാമ്പംഗങ്ങൾ സന്ദർശിച്ചു. Hello. Are you came from? I came from America. Okay. And for what purpose? Why you came here? I will watch the shadow of a tree. Okay, very nice, very nice. Oh, you see all? All very nice people. All guys are here. They are not people. They are students. രണ്ടാം ദിനത്തിൽ യോഗ ക്ലാസ്, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം
എങ്ങനെ കുറയ്ക്കാം എന്നത് സംബന്ധിച്ച അവബോധന ക്ലാസ്, ഫയൽ നിർമ്മാണം, പുഴ ശുചീകരണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ ചെങ്ങണിയൂർ AUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കളുടെ കലോത്സവം സംഘടിപ്പിച്ചു. ആരവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ 60ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന് മാനേജർ TK ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക C അംബിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി S വെങ്കടാചലം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അബ്ബാസ് മാസ്റ്റർ, KM മാത്തൂർ, അജയൻ മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി. അനസ് മാസ്റ്റർ, ശ്രീജ ജലീൽ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. 100ഓളം രക്ഷിതാക്കൾ പങ്കെടുത്ത രക്ഷിതാക്കളുടെ കലോത്സവം കാണാൻ നിരവധി പേർ സ്കൂളിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ വാർഷികം വിപുലമായി ആഘോഷിച്ചു. സാഹിത്യകാരൻ ആര്യൻ കണ്ണനൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്യാൻ യുഗ് ദിവസ് 2025 എന്ന പേരിലാണ് മഹർഷി വിദ്യാമന്ദിർ വാർഷികം സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ആര്യൻ കണ്ണനൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു. K സിനി, വിനയഗോപാൽ, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും വനിതാ സാഹിത്യ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം നടത്തി. ചടങ്ങിൽ ഭാവഗായകൻ P ജയചന്ദ്രന് ആദരാഞ്ജലികളും അർപ്പിച്ചു. പ്രൊഫസർ മുരളി MT അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമാരി അനുജ ടീച്ചർ
MT സിനിമയിലെ ഗാനങ്ങൾ ആലപിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ കീഴത്തൂർ മുരുകൻ, പുരോഗമന കലാസാഹിത്യ സംഘം കോട്ടായി യൂണിറ്റ് സെക്രട്ടറി N. രാജേഷ്, പുകാസ വനിതാ സാഹിതി ജില്ലാ ഭാരവാഹി ലളിത മധു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, മണികണ്ഠൻ, വനിതാ സാഹിതി മേഖലാ സെക്രട്ടറി രമ്യ എന്നിവർ സംസാരിച്ചു. വനിതാ സാഹിതി പ്രവർത്തകർ P. ജയചന്ദ്രന്റെ ഗാനങ്ങളും ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1980-1983 SSLC ബാച്ചുകളുടെ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ബിസിനസ്സുകാരനുമായ PM ഷരീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് PA യൂസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ K. വിജയൻ, റിട്ടയർഡ് അധ്യാപകൻ ഉമ്മർ മുള്ളൂർക്കര, വടക്കാഞ്ചേരി ബ്ലോക്ക് മുൻ മെമ്പർ ആയിഷ ഉമർ, സംവിധായകൻ PG ജോൺസൺ, ഭാരവാഹികളായ CM അബ്ദുൾ റസാഖ്, P. അഷ്റഫ്, PV അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ആ വിദ്യാലയത്തിലേക്ക് വന്ന് ഇന്ന് ആ വിദ്യാലയമല്ല അതിൻ്റെ കെട്ടുപട്ടും മാറി നമ്മൾ മുൻകാല അനുഭവങ്ങൾ അയവർക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് വന്ന് കണ്ടപ്പോൾ പലരുടെയും മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറിയിരിക്കുന്നു. പലരുടെയും മുഖത്ത് വലിയ മാറ്റമില്ല. ഗോദ്രേജും സിസോയൊക്കെ തന്നെ വിപണിയിൽ സജീവമായതുകൊണ്ട് വലിയ മാറ്റമില്ലാതെ ചില ആളുകളെ കാണാനുമുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അബ്ദുൾ ജബ്ബാർ സ്വാഗതവും VK രമ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളുമുണ്ടായി. പങ്കെടുത്തവർക്കെല്ലാം സംഘാടകർ മൊമെന്റോ സമ്മാനിച്ചു. പഠിക്കുന്ന കാലത്ത് പെട്ടിക്കടയിൽ ലഭ്യമായിരുന്ന മിഠായികളും മറ്റും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മഞ്ഞക്കാട് കൊങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഭദ്ര മാതൃസമിതി 2ാം വാർഷിക സമ്മേളനം നടന്നു. ക്ഷേത്രം സെക്രട്ടറി N. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടോ അതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളതായ ഒരു പ്രഭാഷണം തമാവര് ചോദിക്കുക. നിങ്ങളുടെ ചെറുപ്പകാലത്തിലത്തെ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഓർമ്മയാണ്. അതിനെ ഓർത്തെടുത്ത് തമ്മാവിൽ കൈകാര്യം ചെയ്യുക. എല്ലാവരും പറയാം. ഒരാൾ പറയുന്ന എല്ലാവരും കേൾക്കുക എന്നല്ല, എല്ലാവരും അതിൽ പങ്കെടുക്കുക. അവരുടേതായ ഒരു കാലഘട്ടത്തിലുള്ള സ്കൂൾ പഠിക്കുന്ന കാലം, ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾക്ക് സന്തോഷകരമായി തോന്നിയത്, വേദനയായി തോന്നിയത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നുള്ളതായ ഒരു വിചിന്തനം ഉണ്ടാക്കി അതൊക്കെ ഓർത്തെടുത്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പ്രായമായ കാലത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്താൽ നമ്മൾക്ക് അതിൻ്റെ ഓർമ്മശക്തി വീണ്ടും നമുക്ക് തിരിച്ചു വരും. മാതൃസമിതി പ്രസിഡന്റ് സൗമിനി തോട്ടിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഗിരിജ, രത്നകുമാരി എന്നിവരുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ മുണ്ടേമഠം മുഖ്യപ്രഭാഷണം നടത്തി. രാജി രാമചന്ദ്രൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഷീജ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മെക് 7 ഹെൽത്ത് ക്ലബിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യ യൂണിറ്റ് ചെറുതുരുത്തിയിൽ ആരംഭിച്ചു. അത്തിക്കപ്പറമ്പ് ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാവിലെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഹെൽത്ത് ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സുലൈമാൻ പടപ്പ്, മെക് 7 മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജിതേഷ്, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സൈദലവി, ട്രെയിനർ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒത്തുകൂടാനും സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കാനും കഴിയുന്ന ആരോഗ്യ ജാഗ്രതാ വേദിയാണ് മെക് 7. പ്രധാന വാർത്തകൾ വീണ്ടും. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP. പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെയും ചക്കില സമുദായ കൂട്ടായ്മയുടെയും ജില്ലാ സമ്മേളനങ്ങൾ. ഇരു സമുദായങ്ങളും ഉന്നയിച്ച അവഗണന സംബന്ധിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ LC, മേരി എന്നിവർ. ഇരുവരെയും KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ കരാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. മുണ്ടൂരിൽ ഫെഡറേഷൻ ഏരിയ സമ്മേളനം. സർക്കാർ കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ 8 കിലോ വെള്ളിയാഭരണങ്ങൾ കവർന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ചെങ്കൊടി നിറച്ചാൽ അത് കാവ്യാകാനേ കഴിയൂ എന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. ഇത് ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം. പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റി ജില്ലാ പൊതുസമ്മേളനം. മങ്കരയിൽ റോഡ് നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. താവളം ചണ്ടേക്കോട് റോഡ് മെറ്റലിംഗ് അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രദേശവാസികൾ. ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പ്രസിദ്ധമായ ക്ഷേത്രോത്സവം 14 മുതൽ 21 വരെ. ഉത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മേലെ വെട്ടിക്കാട്ടിരി ആണ്ട് നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.